എനിക്കറിയില്ല കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടേ ഈ ജോലിക്ക് പോകണമല്ലോ എന്ന് ഓർത്തുള്ളതിനേക്കാളും ടെൻഷനാന്നുള്ളതാ എനിക്ക്. ഈ പെരയ്ക്കാ തന്നെ തിന്നാനുണ്ടാക്കുന്നതെന്ന്. അല്ല, ജോലിക്ക് പോകുന്നൊരു ടെൻഷൻ തന്നെ കേട്ടോ. എന്നാലും ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ പേഷ്യൻസിനൊക്കെ 2 മരുന്നൊക്കെ കലക്കിയും കൊടുത്തു കഴിഞ്ഞാൽ ആ പണി അങ്ങ് തീർന്നേ. പക്ഷെ പെരയ്ക്കകത്തുള്ളവർക്ക് അതുമല്ലോ നടക്കുവോ? അല്ല, ഞാൻ മാത്രമാണോ ഈ ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുവോന്നേ? ചിലപ്പോൾ എനിക്ക് തോന്നുവേ, ഈ ഓഫുള്ള ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സമയം സ്പെൻഡ് ചെയ്യുന്നത് അടുക്കളയിലാന്ന്. പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോൾ നോക്കിയാലും അമ്മച്ചിയും മമ്മിയും അടുക്കളയിൽ നിൽക്കുന്ന കാണുമെന്നേ. അപ്പോൾ ഒക്കെ അച്ചാച്ചൻ ഇങ്ങനെ വല്ലപ്പോഴും ചോദിക്കുന്നേക്കാവേ, ഇതിന് മാത്രം മലമറിക്കുന്ന പണി എന്നാ, നിനക്കൊന്നും കയറാറായില്ലേ എന്ന്. അപ്പം മമ്മി പറയുവേ, അപ്പച്ചന് ഇതുവല്ലോ അറിയണോ, കയ്യും കഴുകി മേശപ്പുറത്തോട്ട് അങ്ങ് വന്ന് ഇരുന്നാൽ പോരേന്ന്. നേരെ ഇപ്പം ഈ ഫ്ലാറ്റിലും അപ്പാർട്ട്മെന്റിലും ടൗൺ ഹൗസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് പെരയ്ക്കകത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. പണ്ട് ഈ മുറ്റവും പറമ്പും ഉള്ള ആൾക്കാരുടെ കാര്യം അങ്ങനെ വല്ലതും ആണോ? അടുക്കളയിലെ പണിയൊക്കെ ഒരുവിധം ഒതുക്കിയിട്ട് അമ്മച്ചി ഇറങ്ങും കേട്ടോ പറമ്പിലോട്ട്. എന്തിനാ? കപ്പളങ്ങ വല്ലതും പഴുത്ത് കിടപ്പുണ്ടോ, ചക്ക വല്ലതും വിളഞ്ഞ് കിടപ്പുണ്ടോ, പിന്നെ വല്ല ഉണക്ക ഓല വല്ലതും വീണ് കിടപ്പുണ്ടോ, വലിച്ചുകൊണ്ട് വരും വന്നിട്ട് ചീകി ചൂലുണ്ടാക്കാനായിട്ട്. പിന്നെ അടുക്കളയിൽ വന്ന് കയറുമ്പോഴത്തേനും പുള്ളിക്കാരുടെ കൈ കാണും കേട്ടോ. ഇച്ചിരി എന്തേലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് പറിച്ച കുറച്ച് കാന്താരിയോ ഇത്തിരി ഇഞ്ചിയോ മത്തൻ്റെ ഇലയോ ചേമ്പും താളും ഒക്കെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് വലിയ പരാതിയും പരിഭവമൊന്നും ഇല്ലായിരുന്നു. അല്ല, വെളിയിൽ പോയി കഴിക്കാൻ പറ്റിയില്ലെന്നോ, അല്ലെ വെളിയിൽ നിന്നൊന്നും മേടിച്ച് തന്നില്ലെന്നോ. എനിക്കറിയില്ല, അവരുടെ ഒരു ലോകമായിരുന്നു തോന്നുന്നു കേട്ടോ അടുക്കള. ഒരു വികാരമായിരിക്കും അവർക്ക് അടുക്കള എന്ന് പറയുന്നത്. പിന്നൊരു കാര്യം, ഇപ്പത്തെ പോലെ പണ്ടത്ര ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴോ ഒരു പുതിയ കട അങ്ങോട്ട് തുറക്കട്ടെ, ചക്കപ്പഴത്തിന് ചുറ്റി ഈച്ച പൊതിയുന്നത് പോണക്കല്ലേ. ഞാനും മേടിക്കും കേട്ടോ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ വെളിയിൽ നിന്ന്. വേറൊന്നുമല്ല, ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുമ്പോൾ എനിക്കും ബോറടിക്കുന്നേ. അതാകുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതൊക്കെ പോട്ടെ, എനിക്കിത് നൈറ്റ് ഡ്യൂട്ടിയാ, ഞാൻ പോയേക്കുവാ. ഞാൻ ഇച്ചിരി ചോറും മത്തി വറുത്തതും കൂണുതോരനൊക്കെ പോയിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷം. വേറെ എന്നാ, നിങ്ങൾക്ക് എന്നാ ഉണ്ട് വിശേഷം? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ കാണാം. ശരി.